എത്രയോ ഈശ്വരസ്തുതയുടെയും ആധ്യാത്മതത്വങ്ങളുടെയും കലവറയാണ് രാമായണം. ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മം പാലിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവും. പതിരിട്ടാൽ നെല്ല് കിട്ടില്ല, നെല്ലിട്ടാലല്ലേ നെല്ല് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് തിരിച്ചു വരുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ശ്രദ്ധിക്കാതെ ഇഷ്ടമുള്ള എടുത്ത വസ്ത്രം പേർപ്പോടി ചാടി കുളിച്ചാൽ ക്ലോറിനൊഴിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിൽ കുളിച്ച ചെവിക്ക് ഇൻഫെക്ഷൻ വരുന്നു, അലർജി വരും. അപ്പോൾ കൊടുക്കുന്നതല്ലേ തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്യാം. ഇപ്പോൾ പല്ലുവേദന എല്ലായിടത്തും എല്ലാ രാജ്യത്തും ഒരുപോലെ ആയിരിക്കും അല്ലേ? തലവേദന എല്ലാ രാജ്യത്തും ഒരുപോലെ ആയിരിക്കും. ധർമ്മം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, ആവശ്യമാണ്. അവിടെ റോഡിന് ധർമ്മമുണ്ടല്ലോ. പ്ലേ സ്റ്റേഷൻ തന്നെ സീറ്റിനടുത്തേ വലിക്കാവുള്ളൂ, ഇന്നടുത്തേ നിൽക്കാവുള്ളൂ, അല്ലെ നിയമത്തിലല്ലേ പോകുന്നു. അപ്പോഴല്ലേ അച്ചടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ധർമ്മം എല്ലാ രാജ്യത്തിലും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ധർമ്മത്തെ മറികടന്നു പല പല കാര്യങ്ങൾ ചെയ്യാൻ പോയപ്പോൾ അതുപോലുള്ള സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം പ്രശ്നങ്ങളായി വരുന്നുണ്ട്. അപ്പം അച്ഛനമ്മമാർ കല്യാണം ഒഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടില്ലേ? പല കുഞ്ഞുങ്ങളും അമ്മ അടുത്തുനിന്ന് കരഞ്ഞ് പറയാം, അമ്മ ഈ ജന്മത്തിൽ എൻ്റെ അച്ഛനും അമ്മയുടെയും അടുത്തിരുന്ന് എനിക്ക് മടിയിൽ മാറി മാറിയിരിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ അച്ഛനും അമ്മയുടെ മടിയിൽ മാറി മാറിയിരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നതും അച്ഛനമ്മയും കൊണ്ടുവരുന്ന പോലെ എനിക്ക് ഈ ജന്മത്തിൽ സാധിക്കുമോ എന്ന് കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ട്. ആ വിഷമം അടുത്തിട്ട് കിടക്കുന്നില്ലേ? അതൊരു ഡിപ്രഷനാകാം, അറിയാത്തൊരു ഡിപ്രഷൻ ഉണ്ടാകാം. പരസ്പരം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് കൂടുതലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും എല്ലാ അന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് കഷ്ടമുണ്ടാകുന്നു. ഇനി തിരിച്ചു പോകാൻ കൃപ അനുഗ്രഹിക്കണം. പറയുമല്ലോ, ഞാൻ ഭാവമാണ് കാരണം. അവ ഈഗോ. അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരിടത്ത് ഏറ്റവും ഓട്ടത്തിന് ഫസ്റ്റ് മേടിക്കുന്നൊരു കുതിരയുണ്ട്. അപ്പം വേറൊരു ആ രാജ്യത്ത് തന്നെ വലിയ പണക്കാരനുണ്ട്, റൗഡിയുമാണ്, റൗഡികളൊക്കെ വെച്ച്. അപ്പോൾ ഈ കുതിരയെ വിൽക്കുമോ എന്ന് ചോദിച്ചു. വിൽക്കത്തില്ല. അദ്ദേഹത്തിന് ഈ കുതിരയെ എങ്ങനെയും കയ്യിലാക്കണം. ഈ കുതിരയിൽ നിന്ന് പ്രസിദ്ധി അയാൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രസിദ്ധി എനിക്ക് വേണം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹത്തെ പോയി വിരട്ടി ആ കുതിരയെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു. ഈ പണക്കാരൻ കുതിരയെ മെരുക്കുന്നതിനും കുതിരയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. അത് ഇദ്ദേഹത്തിന് അറിയില്ല. ആ കുതിര എങ്ങനെയാണ് പറഞ്ഞാലാണ് നീങ്ങുന്ന അറിയില്ല. അപ്പോൾ ഞാനെന്ന് കേട്ട ഈ കുതിര ഓടും. ദൈവമേന്ന് പറയുമ്പോൾ കുതിര നിൽക്കുന്നതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഇത് രണ്ടും അറിയില്ല. കുതിരയെ വലിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കുതിരയെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പുള്ളി കുതിരപ്പുറത്ത് കയറി, ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് സഞ്ചരിക്കുന്നത് കാണണോ ചോദിച്ചു. അപ്പം ഞാൻ കേട്ട മാത്രമേ തന്നെ പെട്ടെന്ന് ഓടാവണേ കുതിര. ഓടി 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 ഭയങ്കര സ്പീഡിൽ പോവുക. കുതിരയെ പുള്ളി പിടിച്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വിടാൻ. പക്ഷെ ഓടി ഓടി അപ്പുറത്തൊരു 1000 അടിയുള്ള ഒരു കൊക്കയുണ്ട്. ആ നേരെ തന്നെ എത്തുക. അതിൻ്റെ അടുത്തോട്ട് വരാൻ നേരത്തേക്കും വിയർത്തൊലിച്ച് അങ്ങോട്ട് തിരിക്കാൻ നോക്കുന്നു, ഇങ്ങോട്ട് തിരിക്കാൻ, ഒന്നും ചലിക്കുന്നില്ല കുതിര. ഒറ്റ ഓട്ടമാണ്. അപ്പോൾ വക്കത്ത് വന്ന ഒരു മുഴുനാറ് വെണ്ണം ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് വെച്ച് കുതിര കൊക്കയിലേക്ക് വീഴും. ദൈവം ചാവും. അപ്പം ഇദ്ദേഹം വീർത്തൊരു വഴി പോലും ഇല്ല. അപ്പം അറിയാതെ മേളോട്ട് നോക്കി, ദൈവമേന്ന് വിളിച്ചു പോയി. പെട്ടെന്ന് കുതിര അവിടെ നിന്ന് ഒരല്പമല്ല, ഒരു മുടിനാര് വെള്ളം അടുത്ത സ്റ്റെപ്പിൽ ഒക്കെ പോകണം. നോക്കുമ്പോൾ ഒന്ന് ചുറ്റും ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ ഓടി വരികയാണ്. ഈ കുതിരയുടെ ഓട്ടം കണ്ടപ്പോൾ കണ്ടവർ പുറകെ ഓടുകയാണ്. കാരണം ഇതെങ്ങോട്ടാണ് കൊക്കയിലേക്ക് പോകാനാണോ പോകുന്നതെന്ന് വെച്ചു. ഓടുമെന്ന് ചുറ്റും അങ്ങ് കൂടി. ചുറ്റും കൂടി ഒരു അത്ഭുതം പോലെ എല്ലാവരുടെയും കണ്ണുതള്ളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് വലിയ ഗമയായി. കണ്ടോ ഞാൻ കുതിര എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നതെന്ന്, കണ്ടോ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ കുതിര ഒറ്റ ചേട്ടം കൊക്കയിലിട്ട് മുടി. അപ്പം ഇതുപോലെ ഈ ഞാൻ ഭാവമാണ് നമ്മൾ നശിപ്പിക്കുന്നതാണ്. ഒരു വിഷയം മേടിച്ചാൽ ലേബലുണ്ട്. മനുഷ്യന്മാരെടുത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ള നിയമമുണ്ട്. പണം ഉണ്ടാക്കണം, ജോലി കിട്ടാൻ പണമില്ലാതെ ജീവിക്കാൻ ഒത്തിരി വേണം, ആവശ്യമാണ്. പക്ഷേ
നമ്മുടെ ജീവിതത്തിൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ ജീവിക്കണം. അപ്പം അതേപ്പം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് കണ്ടും നമ്മൾ ജീവിക്കാൻ നമുക്ക് തോന്നും. സാഹചര്യങ്ങളനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും. നമുക്ക് വിഷമിക്കാനുള്ള സാഹചര്യം വരത്തില്ല.